ഹലോ ഗൈസ്, വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ പോളണ്ടിലെ ഒരു പ്രശസ്തമായിട്ടുള്ള സ്ഥലം കാണാൻ പോവാണ്. ഒരു പാലമാണ്, കടലിലോട്ടുള്ളൊരു പാലം. 150 മീറ്റർ ഉണ്ട്. 150 അല്ല, 520 മീറ്റർ ഉള്ളൊരു പാലമാണ്. നമുക്കത് കാണാൻ പോവാം. ഇവിടുത്തെ ടൗണൊക്കെ ഉണ്ട്, എന്ത് ഭംഗിയാണ്. ഹായ്, ഇന്ത്യ. India. Yeah. Ah, Chesh. I sailor. Oh. I visit India. Ah. Calcutta, Madras. Okay. Are you tourist? You tourist? Utoris? Tourist. I this tourist you. No photo. YouTube. No. Tourist. Tourist. Yeah. Thank you. The same. Yeah. This no. University. Yeah. Nothing. No. No. Okay. Okay. You go to Poland. I go to Sport. Uh. Hilton. no. Your name hotel. My name Subin. I'm This George. place. Okay. See you. Bye. ബൈ. ഇവിടുത്തെ ടൗണുകളൊക്കെ ഉണ്ട്, എന്ത് ഭംഗി കാണാൻ. സിഗ്നല് കണ്ടുണ്ടോ? ഓക്കെ, ചർച്ചാണ്, എന്ത് ഭംഗിയായിട്ട് ചെയ്തേക്കുന്നത്. ഒരു പ്രത്യേക ഭംഗിയാണ് ഇതെല്ലാം കാണാൻ. ഫ്രണ്ട്സ്, ഈ എഴുതി വെച്ചൊക്കെ കണ്ടില്ലേ സ്പോട്ട്, ഈ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതങ്ങോട്ട് പോകുന്ന വഴിയാണ്. പോളണ്ടിലെ ഫേമസ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണത്. ഇപ്പം രാവിലെ ആയതുകൊണ്ട് ആൾക്കാർ കുറവായിരിക്കും, ആൾക്കാരെല്ലാം വരുന്നതേ ഉള്ളൂ. അങ്ങോട്ട് പോവാം. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്, ഒരു പ്രത്യേക ഭംഗിയുണ്ടോ. ഭയങ്കര വൃത്തി ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ. ഈ ബിൽഡിങ്ങുകളെല്ലാം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം റീബിൽഡ് ചെയ്ത സാധനങ്ങളാണ്. ഇവിടുത്തെ ബിൽഡിങ്ങുകളിലൊക്കെ ഷേപ്പ് ഉണ്ട്, പ്രത്യേക ഭംഗിയാണ്. കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഈ വഴിയുണ്ട്, നല്ല രസമുണ്ട്. ഇത് വോക്കിംഗ് സ്ട്രീറ്റാണ്. ഇവിടെ ഒരു പ്രതിമയുടെ ഫോട്ടോ. ഈ പ്രതിമ കണ്ടോ, ഒരു കരടിയുടെ പ്രതിമ. ഇവിടെ ഉള്ളവർക്ക് ഇങ്ങനെയുള്ള പ്രതിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഉള്ള ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ പോയി ഫോട്ടോ എടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ കാര്യമാർക്ക്. ഇങ്ങനെയുള്ള പ്രതിമകൾ എല്ലായിടത്തും ഉണ്ട്, ഇങ്ങനെയുള്ള ഏതെങ്കിലും പ്രതിമ. ഇത് കണ്ടോ, ഇത് വിറകാണ്. നമ്മൾ നോർമൽ വിറക് വൃത്തിയായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുവോ, അതവരെന്ത് വൃത്തിയായിട്ട് അടുക്കി ആ വീടിൻ്റെ വാതിൽ ഡിസൈൻ ചെയ്തേക്ക്. നോക്കി, ഇത് കണ്ടോ, നല്ല രസമുള്ള ചെടി, നല്ല ഭംഗിയുണ്ട് പൂക്കൾ കാണാൻ. ഇവിടെ ഉള്ള ആൾക്കാർക്ക് മെയിൻ ഒരു ഹോബി എന്ന് വെച്ചാൽ അവരുടെ വീട്ടിലൊക്കെ, അവരുടെ വീടുകളിലൊക്കെ ഈ തണുപ്പാലം കഴിഞ്ഞ ഉടനെ അവർ മുറ്റമൊക്കെ വൃത്തിയാക്കി എല്ലാവരും നല്ല ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കും. അവർ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കാണാം, മുറ്റം നല്ല രസമാണ്. വേറെ റിട്ടയർമെൻറ്റ് ലൈഫ് ഇവരിങ്ങനെയൊക്കെ എൻജോയ് ചെയ്യും. മരങ്ങൾ വയ്ക്കുന്നുണ്ടോ, എല്ലാം ഒരേപോലുള്ള മരം, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ഇതിപ്പോൾ ഇലയൊന്നും ആയിട്ടില്ല, ഇലയും കൂടെ വരുമ്പോൾ അടിപൊളിയായിരിക്കും കാണാൻ. അവിടെ രാവിലെ 9:45 കഴിഞ്ഞേ ഉള്ളൂ, എന്നിട്ടും ഇപ്പം ഇത്രയും തിരക്ക്, ആൾക്കാർ വന്നു തുടങ്ങി ഒരുപാട്. ഇതൊരു വോക്കിംഗ് സ്ട്രീറ്റാണ് കേട്ടോ. ഇതുവഴി നടക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, നമുക്ക് വണ്ടിയൊന്നും ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. കാറൊന്നും അലവല്ലെന്ന് തോന്നുന്നു ഇതുവഴി. നല്ല രസമാണ് സ്ഥലങ്ങളൊക്കെ. ഇതുണ്ടോ, നല്ലൊരു ഓപ്പൺ റെസ്റ്റോറൻ്റ് ആണ്. ഇതൊരു ഡെക്കറേറ്റ് ചെയ്തേക്കുന്നുണ്ടോ, അത് അടിപൊളിയായിട്ട്. ആ ചെടികളൊക്കെ നിൽക്കുന്നതും ലൈറ്റ് വെച്ചേക്കുന്നതും. കോടയുണ്ട് കേട്ടോ, കോട അത് മടക്കി വെച്ചേക്കും, ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. മഴ വരുമ്പം നോക്കും. പക്ഷെ ഇന്ന് നല്ല മഴയാണ് ക്ലൈമറ്റ് കാണിച്ചേക്കുന്ന വെതർ. പക്ഷെ ഇതുവരെ മഴയൊന്നും പെയ്തിട്ടില്ല ഭാഗ്യത്തിന്. അവിടെ
കൂടുതൽ ഓപ്പൺ റെസ്റ്റോറൻറ്റുകളാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓക്കെ, ഈ ചെടികളൊക്കെ ഉണ്ടോ? ഇവർ കൂടുതൽ ഈ ചെടികൾ പൂക്കളും ചെയ്ത് അലങ്കരിച്ചേക്കുന്നത് ലൈവ് പ്ലാന്റ്സ് ആണ്, പ്ലാസ്റ്റിക് ഒന്നുമല്ല. കണ്ടോ, ഫുള്ള് പച്ചപ്പ്, നല്ല രസമുണ്ട്. ഈ ചെടി ഉണ്ടോ? നമ്മുടെ നാട്ടിലുള്ള ഓരോ ചെടിയാണ്. ഇവിടുത്തെ ബിൽഡിങ്ങിനൊക്കെ നല്ല പഴക്കമുണ്ട് കേട്ടോ. കണ്ടോ, ഒരേപോലെ ആ ചെടികൾ നട്ടേക്കുന്നുണ്ടോ? മരവാ. അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് ഒരു കമ്പിയിൽ ഒരു പ്രതിമിക്കുന്നുണ്ടോ? ഒരു മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനത്, പയ്യൻ്റെ പ്രതിമ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പഴയ ആൾക്കാരുടെ തൊഴിലൊക്കെ ഫിഷിങ് അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടാന്ന് തോന്നും. അതായിരിക്കും ഞാൻ കൊടുത്തേക്കുന്നത്. കണ്ടോ, ഫുള്ള് പച്ചപ്പ്. റെസ്റ്റോറൻറ്റ് ഫ്രണ്ട്. ഇവർ ചെടികൾ വെച്ച് നല്ല രീതിയിൽ റെസ്റ്റോറൻറ്റൊക്കെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നു. ഓക്കെ, എന്ത് ഭംഗിയാണ് സ്ഥലമൊക്കെ. ഇവിടുത്തെ കെട്ടിടം നമ്മൾ നോക്കി നിന്നു, അതുപോലെ ഭംഗിയാണ് കാണാൻ. ആൾക്കാർ സൈക്കിളിലൊക്കെ പോകുന്നു രാവിലെ. ഓരോ ബിൽഡിങ്ങിനും ഓരോ ഭംഗി, പ്രത്യേക രസമാണ്. ഈ ബിൽഡിംഗ് ഉണ്ടോ? നല്ല രസമായിട്ടില്ലേ കാണാൻ, ഒരു പ്രത്യേക ഷേപ്പ്. അതിൻ്റെ ഫ്രണ്ടിൽ എന്തോ പ്രതിമയൊക്കെ ഉണ്ട്. കണ്ടിട്ട് പള്ളി പോലെ ഇരിക്കുന്നു, പക്ഷെ പള്ളിയാണോ അറിഞ്ഞൂടെ. ഇതുണ്ടോ, ഒരു ഓപ്പൺ റെസ്റ്റോറൻറ്റോ സൈഡിൽ. അതിൻ്റെ അടിയിൽ ചെടി വെച്ചേക്കുന്നുണ്ടോ? ഇവരെല്ലാം ഈ ലൈവ് പ്ലാന്റ് വെച്ചാൽ എല്ലാം ഡെക്കറേറ്റ് ചെയ്തേക്കുന്നു നല്ല രീതി. അവിടെ അടുത്ത ആ മരങ്ങൾ കണ്ടോ? നമുക്ക് അങ്ങോട്ട് പോകാൻ നല്ല രസമുണ്ട് കാണാൻ. എല്ലാം ഒരേപോലെ എത്ര വർഷങ്ങൾക്ക് മുന്നേ ഒരു പ്ലാൻ ചെയ്ത് ഇങ്ങനെ നട്ടിട്ടായിരിക്കും ഇപ്പോൾ ഇതിങ്ങനെ കിളിച്ചിരിക്കുന്നത് ഒരേപോലെ. അതിനൊക്കെ അവർ സമ്മതിക്കണം. ഭയങ്കര ഫ്യൂച്ചർ നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇതിലിപ്പോൾ ഇലയൊന്നും ഇല്ല, ഇനി ഇല കൂടെ വരുമ്പം അടിപൊളിയായിരിക്കും കാണാൻ. അപ്പോൾ ഇല 1-2 മാസങ്ങളിൽ കിളിക്കും. നോക്കിയേ, ഒരേപോലെ അടുക്കിന് കുറേ മരമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. കറുത്ത മരം. ഭയങ്കര ഭംഗി, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അതുപോലെ ഭംഗി. വീഡിയോക്കകത്ത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പം അത് മനസ്സിലാവുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഭയങ്കര ഭംഗിയാണ് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ. ഇത് പാലസാണ്, കൊട്ടാരം പോലെ ഇരിക്കുന്നു. ഇത് നമ്മുടെ നാട്ടിലെ പിള്ളേരൊക്കെ മറ്റേ കുതിരയുടെ കൊണ്ട് കയറി വട്ടം കയറുന്ന സാധനം. എന്തൊരു പേര് നിൽക്കറോട്. ഇത് നമുക്ക് ദൂരെ കാണുന്നതാണ് ആ പാലം ഞാൻ പറഞ്ഞത്. മരം നിൽക്കുന്നുണ്ടോ? ഒരേപോലെ അങ്ങനെല്ലാം അവിടെ എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ ആ സ്ഥലത്തോട്ടെത്തി. മരം നിൽക്കുന്നുണ്ടോ? അയ്യോ, ഇതൊരു ഓപ്പൺ റെസ്റ്റോറൻ്റാണ്. കടലിൻ്റെ സൈഡിലുള്ള ഒരു ഓപ്പൺ റെസ്റ്റോറൻറ്റ്. അടിപൊളിയല്ലേ? ഇവരുണ്ട് എല്ലാം വൈറ്റ് കളറിൽ ചെയർ, വൈറ്റ് കളർ ടേബിള്. ഭയങ്കര കാണുമ്പോൾ തന്നെ ഭയങ്കര ഭംഗി നമുക്ക് കാണാം. ഭയങ്കര മാച്ചിങ് ഒരു കളർ സെലക്ട് ചെയ്യുന്നത്. രാത്രി ഒരു അടിപൊളിയായിരിക്കും, ലൈറ്റൊക്കെ ഇട്ട് ആംബിയൻസ് ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് രസമാണ് കാണാൻ. ഇതാണ് ആ പാലം. 1/2 കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങോട്ട്. നമ്മളിനി അങ്ങേ അറ്റം വരെ നടക്കണം. തടി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നുണ്ടോ? പറങ്ങാവിൻ്റെ തടിയാണ് ഇത് എന്നാണ് ഗൂഗിളിൽ കൊടുത്തായിരുന്നത്. ഗൂഗിൾ അമ്മച്ചി അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഗൂഗിളിൽ നോക്കിയതാണ്. നല്ല ഭംഗിയാണ്. കടലാണത്, തിരമാലയില്ലാത്ത കടൽ. എന്താ ബീച്ച്, കടൽ. നോക്കി അങ്ങ് ദൂരെ ഒരു ബോട്ട് കിടക്കുന്നുണ്ടോ? വലിയ ഷിപ്പാണ് കണ്ട. ആ ഷിപ്പ് നല്ല ഭംഗിയുണ്ട്.
ഇവിടെ ഒരുപാട് ഷിപ്പ് പണിയുന്ന സ്ഥലങ്ങളുമുണ്ട്, ഷിപ്പ് യാർഡുകളൊക്കെ ഉണ്ട് കേട്ടോ. തടിയുണ്ട്, എത്ര വർഷം പഴക്കോളം അറിയോ. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവരതെല്ലാം. ഒരാൾ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് എന്തോ തിരയുന്നുണ്ടോ, എന്തോ നല്ല സ്വർണ്ണം വല്ലതും കിട്ടുമോ അധികമേ. അയാൾ എന്തോ തപ്പിക്കൊണ്ടിരിക്കുകയാണ് മെറ്റൽ ഡിറ്റക്ടർ വെച്ച്. കുറേ നടക്കാനുണ്ട് ഇനി അകത്തോട്ട്. ഈ കാണുന്ന പുഴയോ കായലോ ഒന്നും അല്ല, തിരമാലയിലെന്ന് പറഞ്ഞ് അതിലങ്ങനെ വിചാരിക്കണ്ട, അത് കടലാണ്. ഒരാൾ നിന്ന് തുഴഞ്ഞു പോകുന്നുണ്ടോ. ഇത് നല്ല ആഴമുണ്ട് കേട്ടോ, പക്ഷേ ഇവിടെ ധൈര്യം സമ്മതിക്കണം. കണ്ണത്താ ദൂരത്ത് കടൽ. ഈ ബോട്ടുകളൊക്കെ ഒരു പായ്ക്കപ്പൽ സെറ്റപ്പിൽ ഓടാനും പറ്റുന്ന ആ മണ്ടക്കോട്ട് ഏരിയയിൽ പോലെ എപ്പോഴും പൊങ്ങിയിരിക്കുന്നുണ്ടോ. അതിലൊരു ടാർപ്പ പോലെ സാധനം താഴോട്ടിട്ട് അത് കാറ്റ് പിടിച്ച് അതിൻ്റെ ദിശയ്ക്കനുസരിച്ച് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും ആ ബോട്ടിൽ. ഈ ഭാഗത്ത് താമസിക്കുന്നവരൊക്കെ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്, അവരുടെയൊക്കെ ബോട്ടുകൾ. നല്ല രസമുണ്ട് എല്ലാം കൂടെ നിലനിൽക്കുന്നതാണ്. എല്ലാം പായ്ക്കപ്പലെ ഓടുന്ന ബോട്ടുകൾ. ഇത് മോട്ടറും കാണും, രണ്ടും ഉണ്ട്, മോട്ടറും ഉണ്ട് പായ്ക്കപ്പലിൻ്റെ സാധനമുണ്ട്. ഈ പാലത്തിൻ്റെ ഷേപ്പുണ്ട്, ഇത് ബോട്ടിൻ്റെ ഷേപ്പാണ് ഈ പാലം. ഒരു വലിയ ബോട്ട് ഇരിക്കുന്ന പോലെ ഇരിക്കും ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ. ഈ ബോട്ട് കണ്ടോ, ഈ ബോട്ടിൻ്റെ മണ്ടക്കോട്ടുള്ള കമ്പിയുടെ പൊക്കം കണ്ടോ, ഇതിലാണ് മറ്റേ പാ പോലെ സാധനം ഇട്ട് കാറ്റിൻ്റെ ദിശക്കനുസരിച്ച് പോകുന്നു. ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട് ഇതുപോലെ കേട്ടോ. നമുക്കിതിനങ്ങ് അറ്റം വരെ പോവാം. അപ്പോൾ ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഭംഗി കേട്ടോ ഇവിടെ കാണാൻ. നമ്മൾ വീഡിയോ അത് കിട്ടുന്നുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ, നല്ല രസമാണ്. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ പാലമാണിത്, തടി കൊണ്ടുള്ള. കടലിൻ്റെ മുകളിൽ നിന്നാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ. പക്ഷെ തിരമാലയില്ലാത്ത കടലാണ് കേട്ടോ, റിസ്ക് ഒന്നുമില്ല. വളരെ ഭംഗിയുണ്ട് കടൽ കാണാൻ. ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് സംസാരിക്കാൻ അധികം അറിഞ്ഞൂടാ, അതാ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ, നിങ്ങൾ വിചാരിക്കില്ല. ഫ്രണ്ട്സ് ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ കുൽസുപറമ്പിലൊക്കെ കാണുന്ന പോലെ മാലയും മലകളൊക്കെ വിൽക്കാൻ പറ്റും. ഇവിടുത്തെ ഡിസൈനിലുള്ള മാലയും മലകളും ഇതെല്ലാം സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയതുണ്ടോ. നോർമൽ കല്ല്, നല്ല തിളക്കമുള്ള കല്ലുകളില്ലേ നമ്മുടെ പുഴകളൊക്കെ കിട്ടുന്നത്, അതുപോലുള്ള കല്ലുകൾ ഒട്ടിച്ച് വെച്ചുണ്ടാക്കിയ വളം കണ്ടോ. കമ്മലുകളായാലും കൂടുതലും സ്റ്റോൺ കൊണ്ടുള്ള ഐറ്റങ്ങളാണ്. ഉണ്ടോ, സ്റ്റോൺ കൊണ്ട് ചെറിയ ട്രീ ഉണ്ടാക്കി കഴിയുന്നുണ്ടോ, രസമുണ്ട് കാണാൻ. വെറൈറ്റി മാലകളും വളകളും. നാട്ടിലെ ഉത്സവപ്പറമ്പിലൊക്കെ ആണ് അതുപോലെ. നോക്കിയേ നല്ല ഭംഗിയിലാണ്. അതുകൊണ്ട് വലിയ കല്ലുകൊണ്ടുള്ള മാലകൾ, ഇത് ഫുള്ള് കല്ല. നല്ല തിരക്കുണ്ട് ഇവിടെ ഇപ്പം കടകളൊക്കെ ഓപ്പൺ ആക്കിയതേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഇതൊന്നും ഓപ്പൺ ഉണ്ടായിരുന്നു. ഇവിടെ കല്ലുകൊണ്ടുള്ള മാലകൾ, കമ്മലുകൾ, കുരിശുകൾ, ഇതെല്ലാം കല്ല് വെച്ച് ഡിസൈൻ ചെയ്തതാണ്. നല്ല ഭംഗിയായിട്ടാണ്. ഉത്സവപ്പറമ്പിൽ പോയ പോലെ ഉണ്ട്. ഓക്കെ, എല്ലാം കല്ലുകൊണ്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ആ കല്ലാണ് ആ
താഴെ ഇരിക്കുന്നുണ്ടോ വലിയ നീളത്തിൽ, അത് കല്ലാണ്. ആ കല്ലുകൊണ്ടുള്ള മാലകളും വളകളും അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം കല്ലുകൊണ്ട്. ഭയങ്കര രസമാണ്. വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ ഈ രസം ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. സ്പൂൺ കണ്ടോ, കുഞ്ഞ് സ്പൂൺ, വെറൈറ്റി ഡിസൈനിലൊക്കെ പണിത് വെച്ചേക്കും. കമ്മലുകളുടെ സെക്ഷനാണ്. കുട്ടികൾക്കുള്ള ടോയ്സ് ഒക്കെ. കറക്റ്റ് ഉത്സവപ്പറമ്പ്, നാട് ഓർമ്മ വരുന്നത് കാണുമ്പോൾ. ഓക്കെ, കളിപ്പാട്ടങ്ങളും കുഞ്ഞു കുഞ്ഞു കാറുകളും, കീ ചെയിനുകൾ, തൊപ്പി, പാവകൾ, ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇതെല്ലാം കൂടെ അടുക്കി വെച്ചേക്കുന്നു, നാട്ടിൽ നിൽക്കുന്ന ഓരോ. ഓക്കെ, അങ്ങോട്ട് കുറേ ഉണ്ട് കേട്ടോ. ഇതെന്തോ കുപ്പികളോ ജാറുകൾ. കുപ്പിക്കകത്ത് ചെറിയ ബോട്ടുണ്ടൊക്കെ വെച്ചേക്കുന്നത്. അയാൾ പോകുന്നുണ്ടോ? നല്ല ബാലൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. പ്രായമുള്ള കുറേ അമ്മച്ചിമാരെ നടക്കാൻ പോവും. എന്ത് കാണിക്കണോ അറിയത്തില്ല ഇവിടുത്തെ. എല്ലാം എവിടെ നോക്കിയാലും ഭയങ്കര ഭംഗിയാണ്. കടകളൊക്കെ, ഷോപ്പുകളൊക്കെ ഓപ്പൺ ആകുന്നത്. ഈ മരം തന്നെ കണ്ടാൽ കുറേ നേരം നോക്കിയിരുന്നു, അതുപോലെ ഭംഗിയാണ് ഒരുമിച്ചിരിക്കുന്നതാണ്. ഭയങ്കര രസം. ഷോപ്പുകളൊക്കെ രാവിലെ എല്ലാവരും ഓപ്പൺ ആക്കുക, ആളുകളൊക്കെ വന്നു തുടങ്ങി. ഇതെല്ലാം കല്ലുകൊണ്ടുള്ള സാധനങ്ങളാണ്. എനിക്കൊന്ന് ഈ ബീച്ചിൽ നിന്ന് എടുക്കുന്ന കല്ലാണ്. കല്ലുകൊണ്ടുള്ള ആഭരണങ്ങൾ, ബാഗുകൾ കല്ല് പതിപ്പിച്ച്, കമ്മലുകൾ ചെറിയ ചെറിയ കല്ലുകൊണ്ടുള്ള. ഈ ബിൽഡിംഗ് ഉണ്ടോ, കൊട്ടാരം പോലെ ഇരിക്കും. പാലസാണെന്ന് അറിയില്ല. ഭയങ്കര ഭംഗിയാണ്. ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങും ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നമ്മൾ നോക്കി നിന്നു അതുപോലെ ഇവർ പണിത് വെച്ചേക്കുന്നു. ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ. നല്ല രസമാണ്. എനിക്ക് ഈ സ്ഥലത്തെ പാലത്തെക്കാട് ഇഷ്ടപ്പെട്ട ഇവിടെ ഈ ബിൽഡിങ്ങുകൾ കാണാൻ വേണ്ടി. ബിൽഡിങ്ങുകൾ, ഈ മരം കാണാൻ ഭയങ്കര ഭംഗിയായി. മരം ഒരുപോലെ ഇരിക്കുന്നില്ല. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കി കേട്ടോ. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി. ആൾക്കാരൊക്കെ ആയി. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നോക്കി ഇന്ന് പോയി നമ്മൾ കാണുമ്പോൾ അതുപോലെ ഭംഗി. എങ്ങനെ പറഞ്ഞറിയിക്കണം എനിക്കറിയത്തില്ല. അവരതുപോലെ ഭംഗിയായിട്ട് അത് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നു. അത് നിങ്ങളിവിടെ വന്ന് ഇത് കാണുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഭയങ്കര രസം. ഫ്രണ്ട്സ്, അപ്പം വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇപ്പം തന്നെ ഒരുപാട് ലെങ്തി ആയി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്.